ഭൂമിശാസ്ത്രത്തിലെ ശിലകൾ എന്ന അധ്യായമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആദ്യമായി നമുക്ക് ശിലകൾ എന്നാൽ എന്ത് എന്നാണ് നോക്കേണ്ടത്. ശിലകൾ എന്നാൽ ഭൂവൽക്കത്തിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് ശിലകളെന്ന് അറിയപ്പെടുന്നത്. കുറച്ചുകൂടി വ്യക്തമായി വിശദമാക്കിയാൽ, നിയതമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ ഒരു മിശ്രിതവുമാണ് ശിലകൾ എന്നത്. അതായത് പൊതുവായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കൾ ചേർന്നുണ്ടാകുന്നതുമായ ഒരു മിശ്രിതത്തെയാണ് നമ്മൾ ശിലകളെന്ന് പൊതുവെ വിളിക്കുന്നത്. ശിലകളെക്കുറിച്ച് സാധാരണഗതിയിലുള്ള പഠനങ്ങൾ അവ പെട്രോളജി, ലിത്തോളജി എന്നിങ്ങനെ അറിയപ്പെടാറുണ്ട്. ഇവയുടെ വ്യക്തമായ വിശദീകരണം ശ്രദ്ധിക്കുക. ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം പെട്രോളജി എന്ന് അറിയപ്പെടുന്നു. ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം പെട്രോളജി എന്നറിയപ്പെടുന്നു. അതേസമയം ശിലകളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ലിത്തോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഒന്നുകൂടി വിശദമാക്കിയാൽ, ശിലകളുടെ ഉത്ഭവം, ഘടന, വിതരണം, പ്രവർത്തനം മുതലായ കാര്യങ്ങളെ പറ്റിയുള്ള വിശദമായ പഠനമാണ് പെട്രോളജി എന്ന് അറിയപ്പെടുന്നത്. അതായത് ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് പെട്രോളജി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ലിത്തോളജിയെ കുറിച്ച് പറഞ്ഞാൽ, ശിലകളുടെ ഭൗതികവും രാസപരവുമായ പ്രത്യേകതകളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഈ പറയുന്ന ലിത്തോളജി എന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, സാധാരണയായി രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശിലകൾ എന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: താഴെ പറയുന്നവയിൽ രണ്ടോ അതിലധികമോ ധാതുക്കൾ ചേർന്നുണ്ടാകുന്നതിന് ഉദാഹരണം ഏത് എന്നൊരു ചോദ്യം PSC ചോദിച്ചിരുന്നു. അതിന് ഉദാഹരണമാണ് ശിലകൾ. അപ്പോൾ ഓർക്കുക, സാധാരണയായി രണ്ടോ അതിലധികമോ ധാതുക്കളുടെ ഒരു മിശ്രിതമാണ് ശിലകൾ. ഇനി ഈ ശിലകളിൽ പൊതുവിൽ കണ്ടുവരുന്ന രണ്ട് ധാതുക്കളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവയുടെ പേര് ഫെൽഡ്സ്പാർ, ക്വാർട്സ് എന്നിവയാണ്. ശിലകളിൽ പൊതുവിൽ കണ്ടുവരുന്ന രണ്ട് ധാതുക്കളാണ് ഫെൽഡ്സ്പാർ, ക്വാർട്സ് എന്നിവ. ഇനി ശിലകളുടെ വർഗീകരണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ശിലകളെ മൂന്നായി തിരിക്കാം. അവയുടെ പേരുകൾ ആദ്യം ശ്രദ്ധിക്കുക. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്നിങ്ങനെയാണ് ശിലകളെ മൂന്നായി തിരിക്കുന്നത്. ആഗ്നേയശില ഇഗ്നിയസ് റോക്സ് എന്നറിയപ്പെടുന്നു. അവസാദ ശില സെഡിമെന്ററി റോക്സ് എന്നറിയപ്പെടുന്നു. കായാന്തരിത ശില മെറ്റാമോർഫിക് റോക്സ് എന്നറിയപ്പെടുന്നു. ഈ ശിലകളെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ആഗ്നേയ ശില എന്നാൽ ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഇനി അവസാദ ശിലകളാണെങ്കിലോ, അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നവയാണ് അവസാദ ശിലകൾ. അതായത് അവസാദങ്ങൾ എന്നാൽ പൊട്ടിയ ശിലാശകലങ്ങളാണ് നമ്മൾ അവസാദങ്ങളെന്ന് വിളിക്കുന്നത്. അതായത് ആഗ്നേയ ശിലയോ കായാന്തരിത ശിലയോ ഇനിയിപ്പോൾ അവസാദ ശില തന്നെയോ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി അവസാദ ശിലകൾ രൂപപ്പെടാം. ഇനി മൂന്നാമതായി നോക്കിയ കായാന്തരിത ശിലകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആഗ്നേയ ശിലയ്ക്കോ അവസാദ ശിലയ്ക്കോ രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്നവയാണ് കായാന്തരിത ശിലകൾ, അതായത് മെറ്റാമോർഫിക് റോക്സ് എന്നത്. ഇത്തരത്തിൽ ശിലകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ഇനി ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ ആഗ്നേയ ശിലയുടെ പ്രത്യേകതകളാണ് പഠിക്കുന്നത്. ആഗ്നേയം എന്ന വാക്കിന് തീ എന്നാണ് അർത്ഥം. ഇഗ്നിയസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഇഗ്നിയസ് റോക്സ് എന്ന പദം രൂപം കൊണ്ടത്. ഇഗ്നിയസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം തീ എന്നാണ്. ഓർക്കുക, ഇഗ്നിസ് ലാറ്റിൻ ഭാഷയിലെ പദമാണ്, അർത്ഥം തീ എന്നാണ്. അതിനു കാരണം ശിലാദ്രവം തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്നത്. ഭൂമിക്കടിയിൽ നിന്നും വരുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ ശിലകൾ ആഗ്നേയ ശിലകളാണെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ശിലകളെ മാതൃശില എന്നും പ്രാഥമിക ശില എന്നും വിളിക്കുന്നു. ഈ ആഗ്നേയ ശിലയിൽ നിന്നാണ് മറ്റു ശിലകൾ ഉണ്ടായതായി കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ആഗ്നേയ ശിലകളെ മാതൃശില, മദർ ഓഫ് റോക്സ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ ശിലകൾ എന്ന അർത്ഥത്തിലാണ് ഇതിനെ പ്രാഥമിക ശിലകൾ, പ്രൈമറി റോക്സ് എന്നും വിളിക്കുക. ഇവ രണ്ടും PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാതൃശില എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇത് രണ്ടും PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണിവ. മാതൃശില, പ്രാഥമിക ശില, ഇവ ഏതാണ്? ഇനി മറ്റൊരു പ്രധാന കാര്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ശിലകൾ ഏത് എന്നത്, അതിനുത്തരം ആഗ്നേയ ശിലയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ശിലകൾ ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശിലയുടെ പ്രത്യേകത കടുപ്പമുള്ളതും ഉറപ്പുള്ളതും ഫോസിലുകൾ കാണപ്പെടാത്തതുമായ ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഓർത്തിരിക്കുക, കടുപ്പമുള്ളതും അതായത് ബലമുള്ളതും
ഉറപ്പുള്ളതും അടർത്തിയെടുക്കാൻ എളുപ്പം പറ്റാത്തതും അതേപോലെ ഫോസിലുകൾ കാണപ്പെടാത്തതുമായ ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്നത്. ഭൂമിക്കടിയിൽ നിന്നും വരുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയ ശില നമ്മൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ പുറത്തു വരുന്ന വളരെ താപനിലയേറിയ ശിലാദ്രവത്തിൽ ഫോസിലുകൾ പോലും കാണപ്പെടുന്നില്ല, ഓർത്തിരിക്കുക. അതുകൊണ്ട് ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയ ശില. രൂപം കൊള്ളുന്നതിനെ അടിസ്ഥാനമാക്കി ആഗ്നേയ ശിലകളെ രണ്ടായി തിരിക്കാം. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന് ബാഹ്യ ആഗ്നേയ ശില, മറ്റൊന്ന് അന്തരാഗ്നേയ ശില. ഇവയാണ് ആ രണ്ട് ആഗ്നേയ ശിലകൾ. ബാഹ്യ ആഗ്നേയ ശില എക്സ്ട്രൂസീവ് റോക്സ് എന്നറിയപ്പെടുന്നു. അന്തരാഗ്നേയ ശില ഇൻട്രൂസീവ് റോക്സ് എന്നറിയപ്പെടുന്നു. ഇവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ആഗ്നേയ ശിലകൾ എന്നത് ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണെന്ന്. ശിലാദ്രവത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് മാന്റിലിലെ അസ്തനോസ്ഫിയർ എന്ന ഭാഗമാണ്. അസ്തനോസ്ഫിയറിൽ ശിലകൾ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നു. മാന്റിലിലെ അസ്തനോസ്ഫിയർ ആണ് ശിലാദ്രവത്തിന്റെ കലവറ എന്ന് അറിയപ്പെടുക. ഇവിടെ നിന്നും പുറത്തു വരുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ അസ്തനോസ്ഫിയറിൽ നിന്നും നമ്മുടെ ഭൂവൽക്കത്തിലെ വിള്ളലുകളിലൂടെ ശിലാദ്രവം എത്തിച്ചേരുന്നു. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ശിലാദ്രവം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നതിനിടയിൽ ചിലപ്പോൾ ഭൂമിക്ക് ഉള്ളിൽ വെച്ചും ശിലാദ്രവം തണുത്തുറഞ്ഞ ശിലയായി മാറാം. അതുപോലെ തന്നെ ഭൂവൽക്കത്തിന് പുറത്ത്, അതായത് നമ്മുടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവവും തണുത്തുറഞ്ഞ ശിലയായി മാറപ്പെടുന്നു. ഇത്തരത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിലും ഭൂമിയുടെ ഉള്ളിലുമായി രൂപം കൊള്ളുന്ന ആഗ്നേയ ശിലകളാണ് നമ്മൾ ഈ പറയുന്ന ബാഹ്യ ആഗ്നേയ ശിലയും അന്തർ ആഗ്നേയ ശിലയും എന്നത്. ഭൂവൽക്കത്തിൽ വളരെ ആഴത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞാൽ, ശ്രദ്ധിക്കുക, അങ്ങനെ ഉണ്ടാകുന്ന ശിലകളുടെ തരികളുടെ പ്രത്യേകത അവ വലുതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമിയുടെ ഉള്ളിൽ വെച്ച് ശിലാദ്രവം തണുത്തുറയുകയാണെങ്കിൽ വളരെ സാവകാശമായിരിക്കും തണുത്തുറയുക. അങ്ങനെ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളുടെ തരികൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു, നമ്മൾ വലുതായിരിക്കും, ഓർത്തിരിക്കുക. ഇനി പുറത്തെത്തുന്ന ശിലാദ്രവം, അതായത് നമ്മുടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവം വേഗം തണുക്കാനാണ് സാധ്യത. അങ്ങനെ ഉപരിതലത്തിൽ വെച്ച് അതിവേഗം തണുത്തുറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന ശിലകളുടെ തരികളുടെ പ്രത്യേകത നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ശിലകളുടെ തരികൾ നേർത്തതും മൃദുവുമായിരിക്കും. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് അന്തർ ആഗ്നേയ ശിലകളുടെ തരികൾ വലുതായിരിക്കും, അതേസമയം ബാഹ്യ ആഗ്നേയ ശിലകളുടെ തരികൾ നേർത്തതും മൃദുവുമായിരിക്കും. ഇനി ഇവയുടെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം. ബാഹ്യ ആഗ്നേയ ശില ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ്. ലാവ എന്ന ശിലാദ്രവം തണുത്തുറഞ്ഞ് ബാഹ്യ ആഗ്നേയ ശില ഉണ്ടാകുന്നു. അതേസമയം മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് അന്തരാഗ്നേയ ശില. ഈ ലാവ, മാഗ്മ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവ രണ്ടും ശിലാദ്രവം തന്നെയാണ്. ഭൂമിക്കുള്ളിലിരിക്കുമ്പോൾ ശിലാദ്രവം മാഗ്മ എന്നറിയപ്പെടുന്നു. അതേ ശിലാദ്രവം തന്നെ നമ്മുടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ അതിനെ ലാവ എന്ന് വിളിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടായാൽ, അതായത് ലാവ തണുത്തുറഞ്ഞുണ്ടായാൽ, ആ ശിലകളെ നമ്മൾ ബാഹ്യ ആഗ്നേയ ശില എന്നാണ് വിളിക്കുക. ഭൂമിക്കുള്ളിൽ വെച്ച് ശിലാദ്രവം തണുത്തുറഞ്ഞാൽ, അതായത് മാഗ്മ തണുത്തുറഞ്ഞുണ്ടായാൽ, നമ്മൾ ആ ശിലകളെ അന്തരാഗ്നേയ ശില എന്ന് വിളിക്കുന്നു. ഭൂമിക്ക് ഉള്ളിൽ വെച്ച് ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാകുന്നതിനാൽ അന്തരാഗ്നേയ ശിലകളെ നമ്മൾ പ്ലൂട്ടോൺസ് എന്നും വിളിക്കുന്നു. ഓർക്കുക, അന്തരാഗ്നേയ ശിലകളെ, അതായത് ഇൻട്രൂസീവ് റോക്സിനെ നമ്മൾ പ്ലൂട്ടോണുകൾ എന്നും വിളിക്കുന്നു. പ്ലൂട്ടോൺസ് എന്നാൽ പാതാള ശില എന്നാണ്, മനസ്സിലാക്കുക. പാതാള ശിലകൾ എന്നിവയെ പറയാം. പ്ലൂട്ടോൺസ് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ് എന്ന് വിളിക്കാം. ഭൂവൽക്കത്തിൽ വളരെ ആഴത്തിൽ രൂപം കൊള്ളുന്ന ആഗ്നേയ ശിലകളെയാണ് നമ്മൾ സാധാരണയായി പ്ലൂട്ടോൺസ് എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇൻട്രൂസീവ് റോക്സ് ആണ് പ്ലൂട്ടോൺസ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്നേയ ശിലകളുടെ പ്രധാന ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. അവ ശ്രദ്ധിക്കുക: ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഗാബറോ മുതലായവയാണ്. ഇതുകൂടാതെ നിരവധി മറ്റുദാഹരണം നമുക്ക് കാണാം. റയോളൈറ്റ്, ആൻറ്റിസൈറ്റ് മുതലായവയും ബാത്തോലിത്ത്, സില്ല് മുതലായവയും ഒക്കെ ആഗ്നേയ ശിലകളുടെ ഉദാഹരണങ്ങളായി നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ: ഒന്ന് ബസാൾട്ട്, മറ്റൊന്ന് ഗ്രാനൈറ്റ്, ഇനി മറ്റൊന്ന് ഗാബറോ എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിലയാണ് ബസാൾട്ട് ശില. അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പരൽ രൂപമില്ലാത്ത ശിലകളാണ് ബസാൾട്ട് ശിലകൾ. പരൽ രൂപം എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ ഫോം ഇല്ലാത്ത ശിലകളാണ് ബസാൾട്ട് ശിലകൾ എന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ശിലാദ്രവം അതിവേഗം തണുത്തുറയുന്നതിനാൽ തരികൾ നേർത്തതും മൃദുവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രൂപം കൊള്ളുന്ന ബസാൾട്ട് ശില, അവയുടെ തരികൾ നേർത്തതും മൃദുവും തന്നെ ആയിരിക്കും.
അതുകൊണ്ട് ഈ ശിലയ്ക്ക് പരൽ രൂപം കാണപ്പെടുന്നില്ല. അതേസമയം ചെറുതരികളാൽ നിർമ്മിതമായ കറുത്ത ശില എന്നതും ബസാൾട്ടിന്റെ മറ്റൊരു വിശേഷണമാണ്. ശ്രദ്ധിക്കുക, ചെറുതരികളാൽ നിർമ്മിതമായ കറുത്ത ശിലയാണ് ബസാൾട്ട്. അതുകൊണ്ട് തന്നെ കറുത്ത ശിലയായ ഈ ബസാൾട്ട് പൊടിഞ്ഞ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നു എന്ന് മനസ്സിലാക്കുക. കറുത്ത മണ്ണ് ഓർത്തിരിക്കുക, കറുത്ത മണ്ണ് നേർത്ത തരികളടങ്ങിയ മണ്ണാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നേർത്ത തരികളടങ്ങിയ ബസാൾട്ട് ശില പൊടിഞ്ഞാൽ കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നു. കറുത്ത മണ്ണിന്റെ മറ്റു പേരുകൾ ശ്രദ്ധിക്കുക. റിഗർ മണ്ണ് എന്നും ചെർണോസം എന്നും വിളിക്കുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഇന്ത്യയിൽ കറുത്ത മണ്ണ് ഏറ്റവും അധികം കാണപ്പെടുന്ന മേഖല കൂടെ മനസ്സിലാക്കുക. അത് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന പ്രദേശമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തെയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് വിളിക്കുക. അതായത് ഗുജറാത്തിന്റെ തെക്ക്, മഹാരാഷ്ട്ര മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് അറിയപ്പെടുന്നത്. അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം മനസ്സിലാക്കുക. അത് ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമി എന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയായ ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ്. ലാവാ പീഠഭൂമിയായ ഡെക്കാൻ പീഠഭൂമിയിൽ പ്രധാന ശിലകളായി കരുതപ്പെടുന്നത് ബസാൾട്ട് ശിലകൾ തന്നെയാണ്. ഈ ബസാൾട്ട് ശില പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന കറുത്ത മണ്ണ് എന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസാൾട്ട് നിക്ഷേപം കാണപ്പെടുന്ന മേഖലയോ അത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗമാണ്. ആ പ്രദേശത്തെ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നാണ് പേര് വിളിക്കുക. ഓർത്തിരിക്കുക, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത്. അതായത് തെക്കൻ ഗുജറാത്ത്, മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന മേഖലയാണ് നമ്മൾ ഈ പറയുന്ന ഡെക്കാൻ ട്രാപ്പ് മേഖല. ഇവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബസാൾട്ട് നിക്ഷേപം കണ്ടുവരുന്നത്. ഇവിടെ രണ്ട് ചോദ്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നു. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം അത് ഡെക്കാൻ പീഠഭൂമിയാണ്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസാൾട്ട് നിക്ഷേപം കണ്ടുവരുന്ന മേഖല ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നതാണ്. ഇനി നമുക്ക് അവസാദ ശിലകളുടെ പ്രത്യേകതകൾ പരിശോധിക്കാം. ആദ്യമായി സെഡിമെന്ററി റോക്സ് എന്ന പദം എങ്ങനെ ഉണ്ടായി നമുക്ക് പരിശോധിക്കാം. ലാറ്റിൻ പദമായ സെഡിമെന്റം എന്ന വാക്കിൽ നിന്നാണ് സെഡിമെന്ററി റോക്സ് എന്ന പദം രൂപം കൊണ്ടത്. സെഡിമെന്റം എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം നമുക്ക് പരിശോധിക്കാം. ഈ വാക്കിനർത്ഥം അടിഞ്ഞുകൂടുന്നത് എന്നാണ്. അതായത് മറ്റു ശിലകളുടെ എന്ന് പറയുമ്പോൾ ആഗ്നേയ ശിലയുടെയോ കായാന്തരിത ശിലയുടെയും അതുപോലെ തന്നെ മറ്റ് അവസാദ ശിലകളുടെയും തന്നെ അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന മറ്റൊരു ശിലയാണ് അവസാദ ശില എന്ന് അറിയപ്പെടുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സമുദ്രങ്ങൾ, ഹിമാനികൾ, തടാകങ്ങൾ, നദികൾ എന്നിവയിൽ അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. അവസാദങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി വിശദമാക്കാം. അവസാദങ്ങൾ എന്നാൽ വിഘടിതമായ ശിലാംശങ്ങളാണ്. അതായത് തകർന്നടിയുന്ന പാറക്കഷ്ണങ്ങളെന്ന് നമുക്ക് വ്യക്തമായി നിർവചിക്കാം. ഇങ്ങനെയുള്ള വിഘടിതമായ ശിലാംശങ്ങളാണ് അവസാദങ്ങൾ എന്ന്, അതായത് സെഡിമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള അവസാദങ്ങൾ സമുദ്രങ്ങൾ, ഹിമാനികൾ, നദികൾ, തടാകങ്ങൾ എന്നിവയിൽ അടിഞ്ഞുകൂടി ക്രമേണ അവസാദ ശിലകളായി മാറുന്നു. അവസാദ ശിലകൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം നമുക്ക് പരിശോധിക്കാം. നിലവിലുള്ള ശിലകളുടെ ശിഥിലീകരണമാണ് അവസാദ ശിലകൾ ഉണ്ടാകുന്നതിന് അടിസ്ഥാനം. അതായത് നിലവിലുള്ള ആഗ്നേയശിലയോ കായാന്തരിത ശിലയോ അതേപോലെ തന്നെ നിലവിലുണ്ടായിരിക്കുന്ന അവസാദ ശിലകൾ തന്നെയോ തകർന്നടിയുന്നത് മൂലമാണ് പുതിയ അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ ശിലകളുടെ തകർന്നടിയൽ മൂലം അവ പാളികളായി നേരത്തെ പറഞ്ഞ സമുദ്രങ്ങളിലോ തടാകങ്ങളിലോ ഹിമാനികളിലോ നദികളിലോ ഒക്കെ നിക്ഷേപിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ഇങ്ങനെ പാളികളായി നിക്ഷേപിക്കപ്പെടുന്ന അവസാദങ്ങൾ ക്രമേണ അവസാദ ശിലകളായി രൂപാന്തരപ്പെടുന്നു. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കണം. പാളികളായി നിക്ഷേപിച്ച് രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ ഈ ശിലകളെ സ്തരിത ശിലകൾ, അതായത് ലേഡ് റോക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ്, പാളി ശിലകൾ എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്രങ്ങൾ, ഹിമാനികൾ, നദികൾ, തടാകങ്ങൾ എന്നിവയിൽ രൂപം കൊള്ളുന്നതിനാൽ ഇവയെ ജലകൃത ശിലകൾ എന്ന് വിളിക്കപ്പെടുന്നു. അതായത് അക്വസ് റോക്സ് എന്ന് ഇവ അറിയപ്പെടുന്നു. ജലത്തിന്റെ പ്രവർത്തനം മൂലം രൂപം കൊള്ളുന്നത് കൊണ്ടുകൂടിയാണ് ഇവയെ ജലകൃത ശിലകൾ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, സ്തരിത ശിലകൾ എന്നും അതായത് അടുക്കുശിലകൾ അല്ലെങ്കിൽ പാളിശിലകൾ എന്നറിയപ്പെടുന്നതും ജലകൃത ശിലകൾ എന്നറിയപ്പെടുന്നതും അവസാദ ശിലകൾ തന്നെയാണ്. ഇങ്ങനെ നദികളുടെ പ്രവർത്തനം മൂലം ജലാശയങ്ങളിലും തടാകങ്ങളിലും മറ്റും അടിഞ്ഞുകൂടുന്ന അവസാദങ്ങൾ
അവസാദങ്ങൾ പാളികളായി കാണപ്പെടുന്നു. ഇങ്ങനെ പാളികളായി കാണപ്പെടുന്ന ഈ അവസാദങ്ങളിൽ നടക്കുന്ന പ്രക്രിയ നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. മുകളിൽ രൂപം കൊള്ളുന്ന പാളികളുടെ സമ്മർദ്ദം മൂലം ഏറ്റവും അടിയിലുള്ള പാളിയിലെ ജലാംശം നഷ്ടപ്പെട്ട് അത് ദൃഢീകരിച്ച് ശിലയായി മാറപ്പെടുന്നു. ഇങ്ങനെ മുകളിലെ അടുക്കുകളുടെ സമ്മർദ്ദം മൂലം ഏറ്റവും ഉള്ളിലെ അടുക്കിൻ്റെ ജലാംശം നഷ്ടപ്പെട്ട് അവ ദൃഢീകരിച്ച് ശിലയായി മാറപ്പെടുന്ന പ്രക്രിയയെ ശിലാദൃഢീകരണം എന്ന് വിളിക്കുന്നു. ഇത്തരത്തിൽ ശിലാദൃഢീകരണം നടക്കുമ്പോഴാണ് അവസാദ ശിലകൾ ജലാശയങ്ങളിൽ രൂപം കൊള്ളുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാന സംഗതി, ശിലാദൃഢീകരണം എന്നത് ഏതു ശിലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെടുന്നു? ഓർക്കുക, അവസാദ ശിലകളുടെ രൂപീകരണത്തിലാണ് ശിലാദൃഢീകരണം എന്ന പ്രക്രിയയ്ക്ക് നിർണായക പങ്കുള്ളത്. ഇത്തരത്തിൽ ജലാശയങ്ങളിൽ അവസാദങ്ങൾ പാളികളായി അടിഞ്ഞുകൂടുന്ന പ്രക്രിയക്കിടയിൽ സസ്യങ്ങളുടെയോ ജന്തുജാലങ്ങളുടെയോ അവശിഷ്ടങ്ങൾ പെട്ടുപോയേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം ശിലകളിൽ ഫോസിലുകൾ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഓർക്കുക, അവസാദ ശിലകളിൽ ഫോസിലുകൾ കണ്ടുവരുന്നു. ആഗ്നേയ ശിലകൾ നമ്മൾ പഠിച്ചിരുന്നു, ഫോസിലുകൾ കാണപ്പെടുന്നില്ല. അതേസമയം അവസാദ ശിലകളിലാണെങ്കിലോ ഫോസിലുകൾ കാണപ്പെടുന്നു. ഫോസിലുകൾ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ട പ്രധാന സംഗതി ഇവിടെ പെട്രോളിയം നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു എന്നുള്ളതാണ്. അവസാദ ശിലകളിലാണ് പെട്രോളിയം നിക്ഷേപം പ്രധാനമായും കണ്ടുവരുന്നത്. പെട്രോളിയം നിക്ഷേപം ഓർത്തിരിക്കുക, പെട്രോളിയം നിക്ഷേപം പ്രധാനമായി കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. അപ്പോൾ ഫോസിലുകൾ കാണപ്പെടുന്നതും പെട്രോളിയം നിക്ഷേപം കാണപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ എന്നത്. പെട്രോളിയം എങ്ങനെ ഉണ്ടാവും നമുക്ക് പരിശോധിക്കാം. ചെറിയ സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. പെട്രോളിയത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കറുത്ത സ്വർണം, ഒഴുകുന്ന സ്വർണം, ശിലാതൈലം എന്നിങ്ങനെ അറിയപ്പെടുന്നത് പെട്രോളിയമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ കേട്ട 3 ചോദ്യങ്ങളും. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്, അതേപോലെ ഒഴുകുന്ന സ്വർണം ഏതാണ്, ശിലാതൈലം എന്നറിയപ്പെടുന്നത്, ഇവ 3ഉം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് 3ഉം പെട്രോളിയത്തിന്റെ വിശേഷണങ്ങളാണ്. അപ്പോൾ ചെറിയ സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് പെട്രോളിയം രൂപം കൊള്ളുന്നതെന്ന് മനസ്സിലാക്കുക. രൂപം കൊള്ളുന്നതിനെ അടിസ്ഥാനമാക്കി അവസാദ ശിലകളെ 3ആയി തിരിക്കാം. അവയുടെ പേരുകൾ നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. ഒന്നാമതായി ശ്രദ്ധിക്കുക, യാന്ത്രികമായി രൂപം കൊള്ളുന്നവ, മെക്കാനിക്കൽ ഫോം അല്ലെങ്കിൽ ബലകൃതമായി രൂപം കൊള്ളുന്ന അവസാദങ്ങൾ എന്നവയെ വിളിക്കാം. 2, ജൈവികമായി രൂപം കൊള്ളുന്നവ, ഓർഗാനിക്കലി ഫോംഡ് സെഡിമെന്ററി റോക്സ്. മൂന്നാമത്തേതാണെങ്കിലോ രാസീയമായി രൂപം കൊള്ളുന്നവ, അതായത് കെമിക്കലി ഫോംഡ് സെഡിമെന്ററി റോക്സ്. ഇവ എന്താണെന്നും ഇവയുടെ ഉദാഹരണങ്ങളും നമുക്കിനി പരിശോധിക്കാം. ആദ്യമായി നമുക്ക് യാന്ത്രികമായി രൂപം കൊള്ളുന്ന അവസാദങ്ങളെ കുറിച്ച് പഠിക്കാം. മറ്റ് ശിലകളുടെ അവസാദങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടാകുന്നവയാണ് യാന്ത്രികമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾ എന്നത്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ജലാശയങ്ങളിൽ അവസാദങ്ങൾ പാളികളായി അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നു എന്ന്. ഇത്തരത്തിൽ സാധാരണഗതിയിൽ രൂപം കൊള്ളുന്ന അവസാദ ശിലകളാണ് നമ്മൾ പറയുന്ന യാന്ത്രികമായി രൂപം കൊള്ളുന്ന, അതായത് മെക്കാനിക്കലി ഫോംഡ് അല്ലെങ്കിൽ ബലകൃതമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകളെന്ന് അറിയപ്പെടുന്നത്. ഇവയെ ശകലീയ അവസാദങ്ങൾ എന്നും വിളിക്കാം, അതായത് ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്സ് എന്നും ഇവയെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇവയ്ക്ക് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. മണൽക്കല്ല്, സാൻഡ്സ്റ്റോൺ, ഷെയില്, ക്ലേ, കളിമണ്ണ് മുതലായവയാണ് യാന്ത്രികമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണം. ഇനി ജൈവികമായി രൂപം കൊള്ളുന്ന അവസാദങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നവയാണ് ജൈവികമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾ എന്നത്. അതായത് അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ കൂടി ഇവയോടൊപ്പം ചേരുകയും അത് അവസാദ ശിലകളായി മാറുകയും ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ജൈവികമായി രൂപം കൊണ്ട അവസാദ ശിലകൾ, അതായത് ഓർഗാനിക്കലി ഫോംഡ് സെഡിമെന്ററി റോക്സ് എന്നത്. ഇവയ്ക്ക് ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ഇവയ്ക്ക് ഉദാഹരണം കൽക്കരി, കോള്, ചോക്ക്, ലൈംസ്റ്റോൺ, ചുണ്ണാമ്പുകല്ല്, ഗീസറൈറ്റ് മുതലായവയാണ് ജൈവികമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണം. മൂന്നാമതായി രാസീയമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. രാസീയമായി രൂപം കൊള്ളുന്നവ എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ജലത്തിലെ ധാതുക്കൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നവയാണ് രാസീയമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾ എന്നത്. ഇവയ്ക്ക് ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. കല്ലുപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, റോക്ക് സാൾട്ട്, ജിപ്സം,
ചേർട്ട്, ഹാലൈറ്റ്, പൊട്ടാഷ് മുതലായവയാണ് രാസികമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണം. ഇത്തരത്തിൽ രൂപം കൊള്ളുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അവസാദ ശിലകളെ മൂന്നായി തിരിക്കാം. അപ്പോൾ ഒന്നുകൂടി പറയുന്നു. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് യാന്ത്രികമായി രൂപം കൊള്ളുന്നവ. ഇവയെ തന്നെ നമ്മൾ ബലകൃത അവസാദങ്ങളെന്നും വിളിച്ചു, ശകലീയ അവസാദങ്ങളെന്നും വിളിച്ചു. അതായത് മെക്കാനിക്കലി ഫോംഡ് സെഡിമെന്ററി റോക്സ് എന്നും വിളിച്ചു. നമ്മൾ ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്സ് എന്നും ഇവയെ വിശേഷിപ്പിച്ചു. ഇവ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. മറ്റു ശിലകളുടെ അവസാദങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് യാന്ത്രികമായി രൂപം കൊള്ളുന്ന അവസാദങ്ങളായി മാറുന്നു. ഇനി സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളിൽ നിന്നും ജൈവിക അവസാദങ്ങൾ രൂപം കൊള്ളുന്നു. ജലത്തിലെ ധാതുക്കൾ രാസപ്രവർത്തനത്തിന്റെ ഫലമായി അടിഞ്ഞുകൂടി രാസീയ അവസാദങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയുടെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഇവയിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഏറ്റവും ഗുണമേന്മയേറിയ ചുണ്ണാമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, കേരളത്തിൽ ചുണ്ണാമ്പ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം അത് പാലക്കാടാണ്. പാലക്കാട് വാളയാറാണ് കേരളത്തിൽ ചുണ്ണാമ്പ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം. ഇനി കൽക്കരിയുടെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം. കൽക്കരിയിൽ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്നു. നമ്മൾ നേരത്തെ പെട്രോളിയത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ചെറിയ സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും പെട്രോളിയം രൂപം കൊള്ളുന്നു. ഇവിടെ നമ്മൾ കൽക്കരിയെ കുറിച്ച് പറയുന്നു. കൽക്കരി എങ്ങനെയാണ്? സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് കൽക്കരി രൂപം കൊള്ളുക. കാർബണിന്റെ അളവനുസരിച്ച് കൽക്കരിയെ 4ആയി തിരിക്കാം. അതായത് കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവാണ് കൽക്കരിയുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. ഇതിനനുസരിച്ച് കൽക്കരിയെ 4ആയി തിരിക്കാം. അവയുടെ പേരുകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ് എന്നിവയാണ് 4 തരത്തിലുള്ള കൽക്കരികൾ. ഇവയുടെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരിയാണ് ആന്ത്രാസൈറ്റ്. ഓർക്കുക, ഏറ്റവും കൂടുതൽ കാർബൺ, അതായത് 80% കാർബൺ അടങ്ങിയ കൽക്കരിയാണ് ആന്ത്രാസൈറ്റ്. ആന്ത്രാസൈറ്റ് ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നു. ഓർക്കുക, ഹാർഡ് കോൾ എന്നത് ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആന്ത്രാസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ആന്ത്രാസൈറ്റ് നിക്ഷേപം കാണപ്പെടുക. ആന്ത്രാസൈറ്റ് പ്രധാനപ്പെട്ട ചോദ്യ മേഖല തന്നെയാണ്. നിരവധി തവണ ആവർത്തി ചോദ്യമാണ്. ഹാർഡ് കോൾ എന്നത് ഏതാണ്? ഓർക്കുക, ആന്ത്രാസൈറ്റ് ആണ്. അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആന്ത്രാസൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഇനി ബിറ്റുമിനസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. 60% മുതൽ 80% വരെ കാർബൺ അടങ്ങിയ കൽക്കരി, അതായത് കാർബണിന്റെ അളവ് നോക്കുമ്പോൾ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാർബൺ കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ് എന്നത്. ബിറ്റുമിനസിന്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ്. അതായത് സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന, നമ്മൾ സാധാരണയായി കൽക്കരി എന്ന് വിളിക്കുന്നത് ബിറ്റുമിനസ് എന്ന കൽക്കരി ഇനത്തെയാണ്. ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ് എന്ന കൽക്കരി ഇനം. ഈ ബിറ്റുമിനസിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ മുതലായവ. അതായത് സാധാരണയായി ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപം കൂടുതൽ എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളെയാണ്. ഈ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന കൽക്കരി ഇനം തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ബിറ്റുമിനസ് എന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്നത് ഇവിടുത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നിവയാണവ. ഇവിടുത്തെ കൽക്കരി ഇനം ബിറ്റുമിനസ് എന്നറിയപ്പെടുന്ന കൽക്കരി ഇനമാണ്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ രണ്ടാമത്തെ ഇനം കൽക്കരിയാണ് ബിറ്റുമിനസ്. സാധാരണയായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന കൽക്കരി ഇനവും ബിറ്റുമിനസ് എന്നതാണ്. ലിഗ്നൈറ്റിന്റെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം. കാർബണിന്റെ അളവനുസരിച്ച് നോക്കുമ്പോൾ മൂന്നാമതായി ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ് ലിഗ്നൈറ്റ് എന്നത്. ഓർക്കുക, ലിഗ്നൈറ്റിലെ കാർബണിന്റെ അളവ് 40% മുതൽ 60% വരെയാണ്. ബിറ്റുമിനസ് നമ്മൾ പറഞ്ഞിരുന്നു 60% മുതൽ 80% വരെയാണ്. 80%-ലധികം കാർബൺ അടങ്ങിയ കൽക്കരിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആന്ത്രാസൈറ്റ് എന്നത്. ഇനി ലിഗ്നൈറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിനും ഒരു പ്രത്യേക വിശേഷണമുണ്ട് എന്നുള്ളതാണ്. ലിഗ്നൈറ്റിന്റെ വിശേഷണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ലിഗ്നൈറ്റ്, ഓർക്കുക, തവിട്ടുകൽക്കരി എന്നറിയപ്പെടുന്നു. അതായത് ബ്രൗൺ
കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. PSCയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടിയാണ്, നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യവും കൂടിയാണ് തവിട്ടുകൽക്കരി ഏതാണ് എന്നത്. തവിട്ടുകൽക്കരി എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് എന്ന കൽക്കരി ഇനമാണ്. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാർഡ് കോൾ എന്നത് ആന്ത്രാസൈറ്റും ബ്രൗൺ കോൾ അതായത് തവിട്ടുകൽക്കരി എന്നത് ലിഗ്നൈറ്റുമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടിയാണ്, ലിഗ്നൈറ്റ് നിക്ഷേപം ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്നത് എവിടെ എന്നുള്ളത്. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതൽ കാണപ്പെടുക. ഇതും PSCയുടെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതലുള്ളത് എവിടെ? തമിഴ്നാട്ടിലെ നെയ്വേലി. ഇനി നമ്മൾ പീറ്റ് എന്ന മറ്റൊരു കൽക്കരി ഇനത്തെ കൂടി പഠിക്കുകയാണ്. ഏറ്റവും കുറച്ചു കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ് പീറ്റ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വിവിധ ഘട്ടങ്ങളിലായി രൂപം കൊള്ളുന്ന കൽക്കരിയുടെ ആദ്യ രൂപമാണ് പീറ്റ് എന്ന് അറിയപ്പെടുക. ഈ രൂപത്തിൽ കാർബൺ വളരെ കുറവായിരിക്കും. ഏറ്റവും കുറച്ച് കാർബൺ അടങ്ങിയ കൽക്കരിയാണ് പീറ്റ്. അതേസമയം ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരിയാണ് ആന്ത്രാസൈറ്റ് എന്നത്. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നദീതടം ഇന്ത്യയിലെ ദാമോദർ വാലിയാണ്. ദാമോദർ വാലി അതുകൊണ്ട് തന്നെ ദ റൂർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ഓർക്കുക, റൂർ ഓഫ് ഇന്ത്യ. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപമുള്ള നദീതടം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ദ റൂർ ഓഫ് ഇന്ത്യ, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ റൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാമോദർ വാലിയാണ്. എന്തെന്നാൽ ജർമ്മനിയിലെ റൂർ വാലി കൽക്കരി നിക്ഷേപത്തിനും ഖനനത്തിനും പ്രസിദ്ധമായ സ്ഥലമാണ്. അതേപോലെ ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിന് പ്രസിദ്ധമായ പ്രദേശമാണ് ദാമോദർ വാലി എന്നതിനാൽ ദാമോദർ വാലിയെ ദ റൂർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. നമ്മളിവിടെ പ്രസ്താവിച്ച കൽക്കരിയുടെ പ്രധാന പ്രത്യേകതകൾ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യ മേഖല കൂടിയാണ് കൽക്കരി എന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് കൽക്കരി രൂപപ്പെടുക. കാർബണിന്റെ അളവനുസരിച്ച് കൽക്കരിയെ 4ആയി തിരിക്കാം. ഏറ്റവും കൂടുതൽ കാർബണേയ കൽക്കരിയാണ് ആന്ത്രാസൈറ്റ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നതും ആന്ത്രാസൈറ്റ് ആണ്. ആന്ത്രാസൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരാണ്. രണ്ടാമതായി കാർബൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ് എന്നത്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കൽക്കരി ഇനത്തെ ബിറ്റുമിനസ് എന്നാണ് വിളിക്കുക. ഇന്ത്യയിൽ ബിറ്റുമിൻ നിക്ഷേപം കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നിവയാണ്. കാർബണിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ 3-ാം സ്ഥാനമുള്ള കൽക്കരി ഇനമാണ് ലിഗ്നൈറ്റ്. തവിട്ട് കൽക്കരി, ബ്രൗൺ കോൾ എന്നാണ് ഇത് അറിയപ്പെടുക. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതൽ കാണപ്പെടുന്നത്. കാർബണിന്റെ അളവ് ഏറ്റവും കുറഞ്ഞ കൽക്കരി ഇനമാണ് പീറ്റ് എന്നത്. വിവിധ ഘട്ടങ്ങളിലായി രൂപം കൊള്ളുന്ന കൽക്കരിയുടെ ആദ്യ രൂപമാണ് പീറ്റ് എന്നത്. പിന്നീട് നമ്മൾ ദാമോദർ വാലിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ദ റൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപം കണ്ടുവരുന്ന നദീതടമാണ് ദാമോദർ വാലി എന്നത്. ഇനി നമുക്ക് കായാന്തരിത ശിലകളും അവയുടെ പ്രത്യേകതകളും പരിശോധിക്കാം. കായാന്തരിത ശിലകളെ മെറ്റാമോർഫിക് റോക്സ് എന്ന് വിളിക്കുന്നു. മെറ്റാമോർഫിക് എന്ന വാക്കിനർത്ഥം രൂപമാറ്റം സംഭവിച്ചത് എന്നതാണ്. ഇനി നമുക്ക് കായാന്തരിത ശിലകൾ എന്താണെന്ന് പരിശോധിക്കാം. ആഗ്നേയ ശിലകൾക്കോ അവസാദ ശിലകൾക്കോ രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്നവയാണ് കായാന്തരിത ശിലകൾ. ഓർക്കുക, ആഗ്നേയ ശില, അവസാദ ശില എന്നിവ ഉന്നത മർദ്ദം, താപം എന്നിവയ്ക്ക് വിധേയമായി ദീർഘനാൾ കഴിയുമ്പോൾ അത് കായാന്തരിത ശിലയായി മാറിയേക്കാം. അപ്പോൾ കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നതിന് കാരണം, അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾക്കോ അവസാദ ശിലകൾക്കോ രൂപമാറ്റം സംഭവിക്കുന്നതിന് കാരണമാണ് ഉയർന്ന മർദ്ദം, താപം എന്നിവ. ഇത്തരത്തിൽ ഉയർന്ന മർദ്ദത്തിനും ഉയർന്ന താപത്തിനും വിധേയമായാൽ ആഗ്നേയ ശിലകളോ അവസാദ ശിലകളോ രൂപമാറ്റം സംഭവിച്ചേക്കാം. അങ്ങനെ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന ശിലയാണ് കായാന്തരിത ശില എന്നത്. കായാന്തരിത ശിലകൾ ഉണ്ടാകുന്ന പ്രക്രിയയെ കായാന്തരീകരണം, മെറ്റാമോർഫിസം എന്നാണ് വിളിക്കുന്നത്. ഇവ 2 തരത്തിലുണ്ട്. അവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. കായാന്തരീകരണം 2 വിധം. ഒന്ന് ബലതന്ത്ര കായാന്തരീകരണം, അതായത് ഡൈനാമിക് മെറ്റാമോർഫിസം. മറ്റൊന്ന് താപീയ കായാന്തരീകരണം, അതായത് തെർമൽ മെറ്റാമോർഫിസം. ഇവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നമുക്ക് ബലതന്ത്ര കായാന്തരീകരണം എന്താണെന്ന് പരിശോധിക്കാം. തീവ്രമായ സമ്മർദ്ദം മൂലം ശിലകൾക്കുള്ളിലെ യഥാർത്ഥ മൂലകങ്ങൾ പുനർസംഘടിക്കപ്പെടുകയും ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ബലതന്ത്ര കായാന്തരീകരണം എന്ന് വിളിക്കുന്നത്. ബലതന്ത്ര കായാന്തരീകരണം വിശദമായി പറഞ്ഞാൽ, മുകളിലെ ശിലകളുടെ സമ്മർദ്ദം മൂലം
അടിയിലുള്ള ശിലകൾ തകർന്നടിയാനുള്ള സാഹചര്യം സംജാതമാകുന്നു. ഇങ്ങനെ തകർന്നടിയുന്ന ശിലകളിലെ ധാതുക്കൾ പുതിയ ധാതുക്കളുമായി ചേർന്ന് രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ എന്നത്. ഇത്തരത്തിൽ നടക്കുന്ന കായാന്തരീകരണത്തെയാണ് നമ്മൾ ബലതന്ത്ര കായാന്തരീകരണം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് താപീയ കായാന്തരീകരണം പരിശോധിക്കാം. ശിലകളിലെ വസ്തുക്കൾക്ക് വളരെ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായി രൂപമാറ്റം സംഭവിക്കുകയും അവ വീണ്ടും പരൽ രൂപമാക്കപ്പെടുകയും ചെയ്യുന്നതാണ് താപീയ കായാന്തരീകരണം എന്നത്. താപീയ കായാന്തരീകരണം വ്യക്തമാക്കിയാൽ ഭൂമിക്കുള്ളിൽ നിന്നും പുറത്തു വരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിലെ ശിലകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ശിലാദ്രവത്തിന്റെ ഉയർന്ന താപം മൂലം ഭൗമോപരിതലത്തിൽ ഉണ്ടായിരിക്കുന്ന ശിലകൾ പരൽ രൂപമാക്കപ്പെടുകയും പുനരേകീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നടക്കുന്ന കായാന്തരീകരണമാണ് താപീയ കായാന്തരീകരണം എന്നത്. ഇനി ഇത്തരത്തിലുള്ള കായാന്തരീകരണത്തിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ബലതന്ത്ര കായാന്തരീകരണത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ആദ്യമായി നമുക്ക് പരിശോധിക്കാം. ബലതന്ത്ര കായാന്തരീകരണത്തിലൂടെ, അതായത് ഡൈനാമിക് മെറ്റാമോർഫിസത്തിലൂടെ ഗ്രാനൈറ്റ് നീസായി രൂപം കൊള്ളുന്നു, ഷെയിൽ ഷിസ്റ്റായി മാറുന്നു, മണൽക്കല്ല് സാൻഡ്സ്റ്റോൺ ക്വാർട്ടസൈറ്റായി മാറുന്നു. ഓർക്കുക, ഈ പ്രധാന മാറ്റങ്ങൾ ഓർത്തിരിക്കുക. ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഗ്രാനൈറ്റ് നീസായി മാറുന്നു, ഷെയിൽ ഷിസ്റ്റായും മണൽക്കല്ല് ക്വാർട്ടസൈറ്റായും മാറുന്നു. ഇനി താപീയ കായാന്തരീകരണത്തിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ പരിശോധിക്കാം. ഇവിടെ ചുണ്ണാമ്പ് കല്ല് ലൈംസ്റ്റോൺ മാർബിളായും ഷെയിൽ സ്ലേറ്റായും കൽക്കരി ഗ്രാഫൈറ്റായും മാറുന്നു. ഓർത്തിരിക്കുക, ചുണ്ണാമ്പ് കല്ല് മാർബിളായും ഷെയിൽ സ്ലേറ്റായി മാറുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ബലതന്ത്ര കായാന്തരീകരണത്തിൻ്റെ ഫലമായി ഷെയിൽ ഷിസ്റ്റായി മാറുന്നു. ഇവിടെ നമ്മൾ പറയുന്നു താപീയ കായാന്തരീകരണത്തിൻ്റെ ഫലമായി ഷെയിൽ സ്ലേറ്റായി മാറുന്നു, അതേപോലെ കൽക്കരി ഗ്രാഫൈറ്റായി മാറുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ രണ്ട് കായാന്തരീകരണത്തിൻ്റെ ഫലമായും ഉണ്ടാകുന്ന ശിലകൾ, അതായത് നീസ്, ഷിസ്റ്റ്, ക്വാർട്ടസൈറ്റ്, മാർബിള്, സ്ലേറ്റ്, ഗ്രാഫൈറ്റ് മുതലായവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. ഓർക്കുക, കായാന്തരിത ശിലകൾ നമ്മൾ പറഞ്ഞു ആഗ്നേയ ശിലയ്ക്കോ അവസാദ ശിലയ്ക്കോ രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്നവയാണെന്ന് പറഞ്ഞു. ഇവിടെ രൂപമാറ്റം സംഭവിച്ച കാര്യം നമ്മൾ പറഞ്ഞു. ഗ്രാനൈറ്റ് നീസായി മാറി, ഷെയിൽ ഷിസ്റ്റായും മണൽക്കല്ല് ക്വാർട്ടസൈറ്റായും ചുണ്ണാമ്പ് കല്ല് മാർബിളായും ഷെയിൽ സ്ലേറ്റായും കൽക്കരി ഗ്രാഫൈറ്റായും മാറി. ഇങ്ങനെ ഉണ്ടായ ശിലകൾ, അതായത് നീസ്, ഷിസ്റ്റ്, ക്വാർട്ടസൈറ്റ്, മാർബിള്, സ്ലേറ്റ്, ഗ്രാഫൈറ്റ് മുതലായവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. കായാന്തരീകരണം രണ്ട് വിധത്തിലാണ് നമ്മൾ പറഞ്ഞിരുന്നു. ബലതന്ത്ര കായാന്തരീകരണവും താപീയ കായാന്തരീകരണവും. ഇതിൽ താപീയ കായാന്തരീകരണത്തെ വീണ്ടും രണ്ടായി തിരിക്കാം. അവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. താപീയ കായാന്തരീകരണത്തെ സമ്പർക്ക കായാന്തരീകരണം എന്നും, അതായത് കോണ്ടാക്റ്റ് മെറ്റാമോർഫിസം എന്നും, പ്രാദേശിക കായാന്തരീകരണം റീജിയണൽ മെറ്റാമോർഫിസം എന്നും രണ്ടായി തിരിക്കാം. ഇവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയുമ്പോൾ സമ്പർക്കം മൂലം സംഭവിക്കുന്ന കായാന്തരീകരണം എന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാം. ഇവ എന്താണെന്ന് പരിശോധിച്ചാൽ, ഭൂമിക്കുള്ളിൽ നിന്നും വരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിലെ ശിലകളുമായി സമ്പർക്കത്തിൽ വരുന്നതിൻ്റെ ഫലമായി ശിലാദ്രവത്തിലെ ഉയർന്ന താപം മൂലം ആ ശിലകൾ പരൽ രൂപമാക്കപ്പെടുകയും ശിലാദ്രവത്തിലെ പുതിയ ധാതുക്കൾ ഈ ധാതുക്കളോടൊപ്പം ചേർന്ന് മറ്റൊരു ശിലയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന കായാന്തരീകരണമാണ് നമ്മളിവിടെ പറഞ്ഞ സമ്പർക്ക കായാന്തരീകരണം എന്നത്. ഇനി നമുക്ക് പ്രാദേശിക കായാന്തരീകരണം എന്താണെന്ന് പരിശോധിക്കാം. ഉയർന്ന മർദ്ദത്തിലോ ഉയർന്ന താപത്തിലോ അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നതിൻ്റെ ഫലമായിട്ടോ ശിലകൾ പരൽ രൂപമാക്കപ്പെടുകയും പുതിയ ശിലകൾ രൂപാന്തരം കൊള്ളുകയും ചെയ്യുന്ന കായാന്തരീകരണത്തെയാണ് നമ്മൾ പ്രാദേശിക കായാന്തരീകരണം എന്ന് വിളിക്കുന്നത്. ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം അറിഞ്ഞിരിക്കുക. പ്രാദേശിക കായാന്തരീകരണം എന്നത് വളരെ വിശാലമായ ഒരു പ്രദേശത്ത് നടക്കുന്ന വലിയ തരത്തിലുള്ള കായാന്തരീകരണമായിരിക്കും പ്രാദേശിക കായാന്തരീകരണം എന്നത്. പ്രാദേശിക കായാന്തരീകരണത്തിൻ്റെ ഫലമായി ശിലകളിലെ ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെടാറുണ്ട്. ഇങ്ങനെ കായാന്തരിത ശിലകളിലെ ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെടുന്ന പ്രക്രിയയെ ശൽക്കീകരണം അല്ലെങ്കിൽ രേഖീകരണം എന്നാണ് വിളിക്കുക. ഓർക്കുക, കായാന്തരിത ശിലകളിലെ ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെടുന്ന പ്രക്രിയ,
ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ശൽക്കീകരണം, അതായത് ഫോളിയേഷൻ അല്ലെങ്കിൽ രേഖീകരണം അഥവാ ലീനിയേഷൻ എന്നത്. ഇതിന് കാരണമാകുന്നത് പ്രാദേശിക കായാന്തരീകരണമാണെന്ന് മനസ്സിലാക്കുക. ഇവയ്ക്ക് ഇളം നിറമോ ഇരുണ്ട നിറമോ കാണപ്പെട്ടേക്കാം. കായാന്തരിത ശിലകളിലെ ഇത്തരം ഘടനയെയാണ് നമ്മൾ ബാൻഡിങ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ബാൻഡിങ് കാണപ്പെടുന്ന കായാന്തരിത ശിലകളെ ബാൻഡഡ് റോക്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ബാൻഡിങ് എന്നത് ഏതു ശിലയുടെ പ്രത്യേകതയാണ്? ഓർക്കുക, കായാന്തരിത ശിലകളിൽ കണ്ടുവരുന്ന പ്രത്യേകതയാണ് ബാൻഡിങ് എന്നത്. അതേപോലെ ബാൻഡഡ് റോക്സ് ഏതാണെന്ന് നമുക്ക് പറയാം, കായാന്തരിത ശിലയാണവ. ഘടനയെ ആസ്പദമാക്കി കായാന്തരിത ശിലയെ രണ്ടായി തിരിക്കാം. ശൽക്കിത ശിലകൾ എന്നും അശൽക്കിത ശിലകൾ എന്നും, ഫോളിയേറ്റഡ് റോക്സ് എന്നും നോൺ ഫോളിയേറ്റഡ് റോക്സ് എന്നുമാണ് ഈ കായാന്തരിത ശിലകളെ രണ്ടായി തിരിക്കുക. ഇവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ശൽക്കീകരണം അഥവാ രേഖീകരണം എന്താണെന്ന്. ഇത്തരത്തിൽ ശൽക്കീകരണം അഥവാ രേഖീകരണം നടന്നിട്ടുള്ള ശിലകളാണ് ശൽക്കിത ശിലകൾ. അവ നടന്നിട്ടില്ലാത്തവയാണ് അശൽക്കിത ശിലകൾ എന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കായാന്തരിത ശിലകളിലെ ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശിലകളാണ് ശൽക്കിത ശിലകൾ. അങ്ങനെ നടന്നിട്ടില്ലാത്തവയാണ് അശൽക്കിത ശിലകൾ. ഇനി ഇവയ്ക്ക് ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ശൽക്കിത ശിലകൾക്ക് ഉദാഹരണം സ്ലേറ്റ്, ഷീസ്റ്റ്, നീസ് മുതലായവയാണ് ഫോളിയേറ്റഡ് റോക്സിന് ഉദാഹരണം, അതായത് ശൽക്കിത ശിലകൾക്ക് ഉദാഹരണം. ഇനി നമുക്ക് അശൽക്കിത ശിലകൾക്ക് ഉദാഹരണം പരിശോധിക്കാം. അവയ്ക്ക് ഉദാഹരണം മാർബിൾ, ക്വാർട്ടസൈറ്റ് മുതലായവയാണ് നോൺ ഫോളിയേറ്റഡ് റോക്സ്, അതായത് അശൽക്കിത ശിലകൾക്ക് ഉദാഹരണമായി പറയപ്പെടുന്നു. അപ്പോൾ ശൽക്കിത ശിലകളും അശൽക്കിത ശിലകളും കായാന്തരിത ശിലകളാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. കായാന്തരിത ശിലയെക്കുറിച്ച് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന സംഗതി, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് കായാന്തരിത ശിലകൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മറ്റൊരു ചോദ്യവും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അത് ആഗ്നേയ ശിലകളാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ എന്നത്. വിലയേറിയ രത്നക്കല്ലുകളും മറ്റും കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. ഓർക്കുക, ഇത്തരത്തിൽ നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന 3 തരം ശിലകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ആഗ്നേയ ശിലകളെക്കുറിച്ച് പഠിച്ചു, അവസാദ ശിലകളെക്കുറിച്ച് പഠിച്ചു, കായാന്തരിത ശിലകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇവയുടെ പ്രത്യേകതകൾ, ഇവ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയെന്നൊക്കെ നമ്മൾ വിശദമായി പഠിച്ചിരുന്നു. ഈ 3 ശിലകളും പരസ്പരം ബന്ധപ്പെട്ടവയാണെന്ന് നമ്മൾ ആദ്യമേ വിശദമാക്കിയിരുന്നു. ആഗ്നേയ ശിലയിൽ നിന്ന് തന്നെയാണ് അവസാദ ശിലകളും കായാന്തരിത ശിലകളും രൂപപ്പെടുക. അവസാദ ശിലകളാണെങ്കിലോ ആഗ്നേയ ശിലയിൽ നിന്നും അവസാദ ശിലയിൽ നിന്ന് തന്നെയും. ഇനി കായാന്തര ശിലകളിൽ നിന്നും അവസാദ ശിലകൾ രൂപപ്പെട്ടേക്കാം. അതേപോലെ കായാന്തര ശിലകളാണെങ്കിലോ ആഗ്നേയ ശിലയിൽ നിന്നും അവസാദ ശിലകളിൽ നിന്നും രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ശിലകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പഴയ രൂപത്തിൽ നിന്നും പുതിയ രൂപത്തിലേക്ക് ശിലകൾ മാറുന്ന ഒരു പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിൽ പഴയ രൂപത്തിൽ നിന്നും പുതിയ രൂപത്തിലേക്കുള്ള ശിലകളുടെ ഈ മാറ്റത്തെയാണ് ശിലാചക്രം, റോക്ക് സൈക്കിൾ എന്ന് വിളിക്കുക. ഓർത്തിരിക്കുക, റോക്ക് സൈക്കിൾ, ശിലാചക്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശിലാചക്രത്തിലൂടെ പഴയ ശിലകൾ പുതിയ ശിലകളായി മാറ്റപ്പെടുന്നു. ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇതിന്റെ ഫലമായി പുതിയ ശിലകൾ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ശിലകൾ എന്ന ഈ അധ്യായത്തിലെ പ്രധാന ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ പരിശോധിച്ചിരുന്നു. ഈ അധ്യായത്തിലെ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യമേറിയതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ശിലകൾ എന്ന ഈ അധ്യായം കൃത്യമായി പഠിച്ചിരിക്കുക.